ഈ വീഡിയോയുടെ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചില ക്ലാരിഫിക്കേഷൻ തരാനുണ്ട്. ഒന്നാമത്, കേരളത്തിലെ മാധ്യമം, അതായത് മത തീവ്രവാദ ന്യൂസ് പേപ്പർ, അവർ എന്നെപ്പറ്റി ഒരു വാർത്ത കൊടുത്തു, ഞാൻ ഇന്ത്യ വിട്ടുപോയി. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. അതിനുശേഷമാണ് ഞാൻ ടോപ്പിക്കിലോട്ട് പോകുന്നത്. ആദ്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ബാംഗ്ലൂരുണ്ട്. അതായത് ഇന്നത്തെ ദിവസം ശനിയാഴ്ച. വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ഞാൻ ഡൽഹിക്ക് പോകും. ഞാൻ ബാംഗ്ലൂർ വന്നത് എൻ്റെ ഒഫീഷ്യൽ ആവശ്യത്തിലാണ്. ഞാൻ വേറെ ഏജൻസികൾക്കൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളുണ്ട് ഇവിടെ, ടെക്കീസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനുവേണ്ടി വന്നു. വൈകിട്ട് ഞാൻ തിരിച്ച് ഡൽഹിക്ക് പോകും. ഡൽഹിയിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് തിരിച്ചു പോകാൻ കാരണം, തിങ്കളാഴ്ച മുതൽ, അതായത് 4-5 ദിവസം ഡൽഹിയിൽ ITI, അവിടെ റൗസ് അവന്യൂ കോടതിയിൽ പഴയ തെഹൽക്ക കേസിൻ്റെ എൻ്റെ ഡിപ്പോസിഷനാണ്, എന്നെ വിസ്തരിക്കുകയാണ്. അവസാനത്തെ ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തെഹൽക്ക കേസ് തീർന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. കാരണം നേരത്തെ അവർ നോട്ടീസ് തന്നിട്ട്, കാരണം കേരള പോലീസ് എനിക്ക് ഇപ്പോഴും നോട്ടീസ് സെർവ് ചെയ്തിട്ടില്ല. അവരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്തത്, മാധ്യമം എന്ന് പറഞ്ഞ് പത്രക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഡൽഹി ബ്യൂറോയിലുള്ളവർക്ക് എൻ്റെ ഓഫീസ് അറിയാം. കാരണം നിങ്ങൾ വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. ഞാൻ എവിടെ താമസിക്കുന്ന വീട് അതും നിങ്ങൾക്കറിയാം. എനിക്ക് ദ്വാരകയിലൊരു വീടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഓഫീസ് എന്ന് പറയുന്നത് ഗ്രീൻ പാർക്കിലാണ്, ഡൽഹി IITയുടെ ഓപ്പോസിറ്റ്, സപ്തറിംഗ് എൻക്ലേവിൻ്റെ ഓസ്കാസ് വില്ലേജിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഓഫീസും പരിപാടി ചിലപ്പോൾ അവിടെ താമസിക്കുന്നത് ദ്വാരകയിൽ താമസിക്കും. ദ്വാരകയിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്താണ് സെക്ടർ 9. അതായത് കോപ്പന്മാരെ, എനിക്ക് നിന്നെയൊക്കെ പുല്ലാ പേടി. പോലീസിനെ എനിക്ക് പേടിയില്ല. മനസ്സിലാക്കുക, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ ചരിത്രം എടുത്തു നോക്ക്. സാകേത് കോർട്ടിൽ, CBIയുടെ സ്പെഷ്യൽ കോർട്ടിൽ വിനീത് കുമാർ ജെയിൻ, എൻ്റെ തെഹൽക്കയുടെ വിസ്താരം നടക്കുക. ആ സമയത്ത് അയാളൊരു ചൊറിഞ്ഞ് വർത്താനം പറഞ്ഞ് ഞാൻ തിരിച്ച് വർത്താനം പറഞ്ഞു. അതായത് അവിടെ അക്യൂസ്ഡ് ആയിട്ടുള്ള പ്രതികളെ അയാൾ വിളിച്ച് ചായ കൊടുത്തു അയാളുടെ റൂമിൽ. ഞാൻ പറഞ്ഞു, പിന്നെന്തുവിനെ എന്നെ പിടിച്ചിട്ട് വിസ്തരിക്കുന്നത്? താൻ അവരുടെ പോയി ഇങ്ങനെ തന്നെ പറഞ്ഞു, താൻ തൂ ജാക്കെ ഉൻക സാത്ത് ബൈഠോ, തൂ ജാക്കെ ഉൻക സാത്ത് ബൈഠോ, ഇങ്ങനെ ഹിന്ദി തന്നെ പറഞ്ഞു. വലിയ ഇഷ്യൂ ആയി. ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തു, ഹൈക്കോടതി രജിസ്ട്രാർക്ക് കേസ് കൊടുത്തു. അയാളെ ലോങ് ലീവിൽ കൊണ്ടുപോയി. ഞാൻ ഇന്ത്യയുടെ ഒരു നിയമവും തെറ്റിക്കുന്നില്ല. എനിക്കിതൊക്കെ പറയാനുള്ള അവകാശമുണ്ട്. ഞാനിതിനെ പോലീസിനെ പേടിക്കുന്നു. പിന്നെ മിനി താലിബാൻ എന്ന ഇഷ്യൂ ആണ്. എ ഗ്രേറ്റ് മാധ്യമം പത്രം, നിങ്ങളല്ലയോ പറഞ്ഞത് ബിസ്മയ, താലിബാൻ ബിസ്മയ, നിങ്ങളല്ലേ പറഞ്ഞത്? എൻ്റെ ക്ലിപ്പിംഗ് കാണിച്ചു തരാം. ഞാൻ ഈരാറ്റുപേട്ടയെ പറ്റി മിനി താലിബാൻ എന്ന് പറഞ്ഞപ്പം നിനക്കെത്ര കൊള്ളാൻ കാരണം എന്തുവാ? അന്ന് അത് പറഞ്ഞ ഈ SP-യോടും അവിടുത്തെ പോലീസ് ഓഫീഷ്യൽക്ക് എതിരെയൊക്കെ കേസ് കൊടുക്കുക. കാരണം നീ പോലീസ് എന്നെ അവിടെ ഇഴച്ച് കേസിനോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് ഇത് ഡിബേറ്റ് ഉണ്ടാകും. ഈ പോലീസിനെ ഉൾപ്പെടെ ഞാൻ ട്രാക്ക് ചെയ്യും അതിൻ്റെ അകത്ത്. കാരണം അവരുടെ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി യാർ, ഇതൊരു ഓപ്പൺ ഡിബേറ്റ് ആകട്ടെ. കാരണം ഇത് ഈ ഒരു ഷാഡോ ബോക്സ് അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് മാറിപ്പോവുമല്ലോ. ഞാൻ ഇന്ത്യ വിട്ടോ, ഞാൻ എന്തോരം പേടിക്കുന്നത്? ഞാൻ സുഡാപ്പിയൊന്നുമല്ല. കാരണം ഞാൻ ഈ ഗെയിം ഒത്തിരി കളിച്ചതാ. എന്നെ തൊടാൻ പറ്റത്തില്ല പല കാര്യങ്ങളിലും. പോലീസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിടാം, അതൊക്കെ പോലീസിന് പറ്റൂ. അപ്പം ഞാനത് ഇങ്ങനെ എടുക്കുന്നറിയാം, പോലീസിനെ റിമാൻഡ് ഇടുമ്പം മനസ്സിലാക്കുക അതെൻ്റെ ഒരു ഇൻടോക്സിക്കേഷനാണ്. കാരണം കുറച്ച് ദിവസം കള്ളു കുടിക്കാതെ, സിഗരറ്റ് വലിക്കാതെ, വെള്ളം അടിക്കാതെ ജയിലില്ലാതെ കിടക്കും. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ സുഹൃത്തുക്കളാണ്. ഇതൊക്കെ എനിക്കറിയാവുന്ന വിദ്യയൊക്കെയാണ്. കാരണം ഞാനതൊക്കെ എൻജോയ് ചെയ്യും. കുറച്ച് പുസ്തകം എടുത്തുകൊണ്ട് പോകും, അവിടെ ഇരുന്ന് അത് വായിക്കും. ഒത്തിരി വായിക്കാനുള്ള ഒത്തിരി പുസ്തകം കിടപ്പുണ്ട്. ഞാനതൊക്കെ എൻജോയ് ചെയ്യും. എനിക്കതൊന്നും ഒരു ഇഷ്യൂ അല്ല. ഞാനതിനൊക്കെ പുല്ല് വിലയെ കൽപ്പിക്കുന്നുള്ളൂ. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ
പോലീസ്, കോടതി ഇതൊന്നും പറഞ്ഞ് CBI എന്നൊന്നും പറഞ്ഞ് എൻ്റെ വിരട്ടൊന്നും വേണ്ട. നിങ്ങൾ എൻ്റെ കൽക്കട്ട, ബംഗാൾ ചരിത്രം എടുത്ത് നോക്ക്. ഉച്ചിപ്പാറ പോലീസ് സ്റ്റേഷനിൽ അവിടെ നിർത്തിയിട്ട് പോലീസുകാരവിടെ അവർ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിലുള്ള ജേർണലിസ്റ്റുകൾ പോലീസിൻ്റെ മുകളിൽ ബഹളം ഉണ്ടാക്കി. ഇതൊക്കെ ചരിത്രമാണ്. എനിക്കെന്താ നേരത്തെ കൽക്കട്ട ജേർണലിസ്റ്റുകളെ അറിയാം. ഇത് സോ ഫണ്ണി ആക്ച്വലി. നിങ്ങളുടെ ജേർണലിസ്റ്റുകൾക്ക് തന്നെ എന്നെ അറിയാം. ഇപ്പോൾ പോലീസിൻ്റെ SP തെറ്റ് പറ്റിയെങ്കിൽ ആ SP അത് തിരുത്തിക്കണം. ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ എവിടെയൊക്കെയാണ് കേരളത്തിൽ താമസിച്ച് അവിടെയൊക്കെ സെക്യൂരിറ്റി ഗാർഡിനോടും അവരോടൊക്കെ വിളിച്ചു ചോദിച്ചു. ഡൽഹി വിളിച്ചു ചോദിച്ചു, പോലീസിൻ്റെ നോട്ടീസ് വന്നു, ആരെങ്കിലും വന്നോ? എനിക്ക് വന്നിട്ടില്ല. ഇപ്പം എന്നെ വിളിക്കുകയും ഇൻഫർമേഷൻ തരികയും ചെയ്യാത്തടത്ത് ഞാനിങ്ങനെ പോകാൻ പറ്റും. അതുകൊണ്ട് ആ ടോപ്പിക് അവിടെ, ആ ടോപ്പിക്കിന് ഞാൻ എന്താണ് ഉത്തരം കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തോളാം. അതുപോലെ ഇതേപോലെയുള്ള ഈ നോൺസെൻസ്, ഈ ഹമാസ് വലിയ ജയിച്ചു, ഹമാസ് തിരിച്ചടിക്കുന്നു, ഇസ്രായേൽ കട്ടപ്പോക, ഇതൊക്കെ ഇത് കേൾക്കാനൊക്കെ നിന്നെ പോലെയുള്ള സുഡാപ്പി അടിക്കുമ്പോൾ ഇത് അടിച്ച് സൂക്ഷിച്ച് കേൾക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഈ ശാസ്ത്രം കൂടി ഇങ്ങോട്ട് വരട്ടെ. അതൊക്കെ നിങ്ങൾക്ക് ആ പറ്റിയ കേരളം പോലെയുള്ള ആ സ്ഥലത്തെ ആൾക്കാരെയൊക്കെ പിടിച്ച് വരട്ടത്തില്ലയോ? അവിടെയൊക്കെ ഇങ്ങ് വരട്ടിയാൽ മതി. സോ നോൺസെൻസ്. ഓക്കെ, ഇനി എൻ്റെ ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു 3 ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോയിൽ കൂടെ പറഞ്ഞു, ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകാൻ പോവുകയാണ്. അതായത് ഗാസയിൽ നിന്നും അവിടെയുള്ള പലസ്തീൻകാരും ഹമാസിൻ്റെ പിന്തുണക്കാരെ മുഴുവനും മാറ്റും. അതിനകത്ത് 5 ലക്ഷം പേരെ ഈജിപ്തിന് കൊടുക്കും, 5 ലക്ഷം പേരെ ജോർദാന് കൊടുക്കും. അപ്പം അത് കഴിഞ്ഞ് കേരളത്തിലും വലിയ ചർച്ചയായി. അപ്പം അവരും പറഞ്ഞു ഇങ്ങനെ സംഭവം, കാരണം 2 രാജ്യങ്ങളും ഔട്ട്റൈറ്റ്ലി അത് റിജക്റ്റ് ചെയ്തു. കാരണം അവർ സമ്മതിക്കത്തില്ല, എത്നിക് ക്ലെൻസിങ് പറ്റില്ല. അറബ് ലീഗും അറേബ്യൻ രാജ്യങ്ങളും ട്രംപിൻ്റെ ഈ ആശയത്തോട് എതിർത്തു, യൂറോപ്യൻ രാജ്യങ്ങളും എതിർത്തു. അപ്പം പല ആൾക്കാരും അതിൻ്റെ കമൻറ്റ് ചെയ്തു. പിന്നെ കേരളത്തിൽ ഒരു മീഡിയ ഡിസ്കഷനിലോട്ട് വന്നു. എനിക്ക് ആ സമയത്ത് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അത് ആ സമയത്ത് ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് ഉണ്ട്, സ്റ്റീഫൻ വിറ്റ്കോഫ്. അദ്ദേഹവുമായി അടുപ്പമുള്ളൊരു ജേർണലിസ്റ്റിനോട് ഞാൻ ചോദിച്ചു, ട്രംപ് ഇങ്ങനൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എത്രമാത്രം സത്യമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്നോട് എൻ്റെ ഫ്രണ്ട്, അയാൾ ഫിനാൻഷ്യൽ ടൈംസിലാണ് വർക്ക് ചെയ്യുന്നത്, പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പൂർണ്ണമായിട്ടും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് കൊടുത്തത് ഈ 2 രാജ്യങ്ങളോട് ചോദിച്ചിട്ടാണ്. അവർ 2 പേരും സമ്മതം പറഞ്ഞു, 5 ലക്ഷം വെച്ച് അവരെടുത്തോളാം, അതിനുള്ള പണം അമേരിക്കയും ഇസ്രായേലും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ തന്നാൽ മതി, അവരെ ഞങ്ങളൊരു മൂലയ്ക്കാക്കിയേക്കാം. അതുകൊണ്ട് പിന്നീട് അത് റീകൺഫേം ചെയ്തത് ഇസ്രായേലിലുള്ള ഒരു സീനിയറായിട്ടുള്ള ഗവൺമെൻറ് അഡ്വൈസറുണ്ട്. അയാളും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. അയാളോടും ചോദിച്ചു പറഞ്ഞു, ഇത് കൺഫേംഡ് ആണ് ഈ സംഭവം, കാരണം ഇതെല്ലാം സംസാരിച്ച് വെച്ച ശേഷം തന്നെയാണ് ട്രംപ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലുള്ള സമയത്താണ് ട്രംപ് എയർക്രാഫ്റ്റിൽ വെച്ച് ഇങ്ങനൊരു അഭിപ്രായം ഫോക്സ് ന്യൂസിൽ പറയുന്നത്. ഇനി നോക്കുക, കഴിഞ്ഞ ദിവസം അതിൻ്റെ അടുത്ത ദിവസം അന്തർദേശീയ പത്രങ്ങൾ ഞാൻ ഈ പറഞ്ഞ വാർത്ത അതേപോലെ ശരിയാണെന്ന് പറഞ്ഞു. കാരണം ഈജിപ്റ്റ് സമ്മതിച്ചു ഈ പറയുന്ന 5 ലക്ഷം പേരെ അവരുടെ സീനായി ആ ഭാഗത്ത് ഇവരെ റീലൊക്കേറ്റ് ചെയ്യുക. ഇപ്പം മനസ്സിലാക്കുക, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം ഗാസ ക്ലീൻ ചെയ്യുന്നത്. ഇവരെ മുഴുവനും ആ ഗേറ്റിൻ്റെ പുറത്താക്കുക, ഗാസയിനകത്താക്കുക. 5 ലക്ഷം പേര് ഈജിപ്തിൽ, 5 ലക്ഷം പേര് ജോർദാനിൽ. ആ വാർത്തയുടെ കട്ടിങ്ങും കൂടെ നിങ്ങൾ കണ്ടോളൂ. ഇപ്പം ഇത് ഒരു വാർത്ത ഇത് ചെയ്യുമ്പോൾ ഒരു ജേർണലിസ്റ്റിക്കൽ എക്സർസൈസ് ഉണ്ട്. ഇപ്പം ഇങ്ങനൊരു സംഭവം അറിഞ്ഞു, അപ്പം ഇതിൻ്റെ പോസിബിൾ ഓപ്ഷൻ എന്തൊക്കെ, അപ്പം അതിനെപ്പറ്റി ചോദിച്ചറിഞ്ഞു. പിന്നീട് ഒരു ജേർണലിസ്റ്റിക്കൽ വെഞ്ചറുണ്ട്, എങ്ങനെ അത് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കാം. ഇപ്പം ഇവിടെയുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ത്, ഈജിപ്റ്റ് നേരിടുന്നത്.
അവരുടെ കയ്യിൽ നിന്ന് സൂയസ് കനാല് പോയി. അവർക്ക് എല്ലാ വർഷവും $9 ബില്യൺ സൂയസ് കനാലിൻ്റെ, അതായത് റെന്റ് മാത്രം കിട്ടുന്നത് ഈ കപ്പൽ പാത ഉപയോഗിക്കുമ്പോഴേ കമ്പനികൾ കൊടുക്കുന്നത്. അവരുടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ ഈജിപ്തിൻ്റെ, ഈ സൂയസ് കനാലിൻ്റെ സെക്യൂരിറ്റി അമേരിക്കയോ ഇസ്രായേലോ ഏറ്റെടുക്കണം. അതിനു വേണ്ടി 5-10 ലക്ഷം പേരെ കൊണ്ടുപോകാൻ അവർ തയ്യാറാണ്. കാരണം അവൻ്റെ പണമില്ല, സാമ്പത്തികമായിട്ട് വല്ലാതെ പരിങ്ങിയിരിക്കുന്ന രാജ്യം. അതെല്ലാം കൂടെ കോയിൻസൈഡ് വെച്ച് ക്ലബ് ചെയ്തിട്ട് പിന്നീട് ഈജിപ്തിൻ്റെ മറ്റൊരു ഡിമാൻഡുണ്ട്, അമേരിക്ക സാമ്പത്തികമായി സഹായിക്കണം. അതിന് മറ്റുള്ള അറബ് രാജ്യങ്ങളോട് അമേരിക്ക പറയണം ഞങ്ങൾക്ക് അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, കാരണം ക്രൈസിസില്ല. അതേപോലെ അവിടെ റാഡിക്കൽ ഇസ്ലാം ഭയങ്കര ശക്തമാണ്, ഗവൺമെന്റിനെ മറിച്ചിടാൻ. അതിനെതിരെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഇസ്രായേലി ഇൻ്റലിജൻസും ആ രാജ്യത്തിന് കൊടുക്കണം, അവരെ എങ്ങനെ തകർത്ത് ദൂരെ കളയാൻ. ഇതൊക്കെ ഫ്രണ്ട് ഡോർ ഡിസ്കഷൻ അല്ല ഇത് നടക്കുന്നത്. ആൾക്കാർ ഇതിൻ്റെ പബ്ലിക്കിനോട് പറയത്തും പ്രസിനോടൊന്നും പറയത്തില്ല. ഇത് ബാക്ക് ഡോർ ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്പോൾ അവർ പബ്ലിക്കായിട്ട് പറയും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, വാടകയാണ് കോടയാണെന്ന് പറയും. പക്ഷെ ബാക്കിൽ കൂടുതൽ അംഗീകരിച്ച് ഇതിൻ്റെ എല്ലാം ഡീൽ ഉറപ്പിക്കും. ജോർദാൻ്റെ രാജാവിനെ അമേരിക്ക കൊണ്ടുപോയി, പുള്ളിയോട് വെച്ച് വാടക കോട എന്നൊക്കെ പറയും. പാവം പിടിച്ചൊരു മനുഷ്യനെ, അദ്ദേഹം ഡയറക്റ്റ് പ്രോഫറ്റ് നബിയുടെ കുടുംബാംഗമാണ്, എത്രയോ തലമുറയുടെ മാറിയിട്ട്. അപ്പം ഫ്രഞ്ച് പത്രങ്ങളും ജർമ്മൻ പത്രങ്ങളും എന്താ റിപ്പോർട്ട്, അയാളെ ആംബുഷ് ചെയ്ത് അവിടെ വെച്ച്, ഓവൽ ഓഫീസിൽ വെച്ച്. ആ പാവം പിടിച്ചതിന് അവിടെ വെച്ചെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരെയും കൊണ്ടുപോയിക്കാറാം. കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും പൊട്ടൻഷ്യലായിട്ടുള്ള ട്രേഡ് പാർട്ട്ണർ, ഇവരെ സഹായിക്കുന്നത് അമേരിക്ക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അമേരിക്ക ലോക പോലീസാണ്. അവർക്ക് ആയുധം, സാമ്പത്തികം, അവിടുത്തെ ഹെൽത്തിന് വേണ്ടിയുള്ള അവിടെ ഡോക്ടേഴ്സ്, നേഴ്സസ്, ഇവരുടെ എല്ലാ മാസത്തെ ശമ്പളം, മെഡിസിൻ, ഇതെല്ലാം ഈ അമേരിക്കയെ സപ്ലൈ ചെയ്യുന്നത്. ഈജിപ്റ്റ്, കാരണം ഈജിപ്തിൻ്റെ എക്കോണമി മാത്രമല്ല അവരുടെ ഡിഫൻസ് പോലും തകർന്നു പോയി. ലോകത്തെ ഒരു പ്രൊഫഷണൽ ആർമിയായിരുന്നു ഈജിപ്ഷ്യൻ ആർമി. ഈ പറയുന്ന ജാസ്മിൻ വിപ്ലവം കണാകുണയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സംഭവം അങ്ങ് പോയി, റഷ്യ പൊളിഞ്ഞു പോയി. ഇപ്പം അമേരിക്കയുടെ പിന്തുണയില്ലാതെ അവർക്ക് അവരുടെ ഡിഫൻസ് ഫെസിലിറ്റീസ്, അവരുടെ കേപ്പബിലിറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അടുത്ത രാജ്യങ്ങളോടല്ല, അവിടെയുള്ള ടെററിസ്റ്റുകളോട് അറ്റാക്ക് ചെയ്യാൻ വെപ്പൺസ് വേണം. അതിന് അമേരിക്ക സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് മനസ്സിലാക്കുക, ഈ രണ്ട് അറേബ്യൻ രാജ്യങ്ങൾ UAEയും സൗദി അറേബ്യയും, ഈ രണ്ട് രാജ്യങ്ങളും ഈ ഈജിപ്തിനോടും ജോർദാനോടും പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്യുക, ഈ ഇഷ്യൂ മാറ്റി ഇവിടെ ടെൻഷൻ മാറ്റിയെടുക്കുക. അപ്പം ഈജിപ്തിൻ്റെയും സൗദിയുടെയും UAE ഇവരുടെയൊക്കെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഈ ജോർദാൻ്റെയും മറ്റൊരു ഡിമാൻഡുണ്ട്, ഒരു കാരണവശാലും ഷിയ മിലിറ്റൻറ്റുകളെ അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ഏറ്റവും വലിയ എനിമി അത് സുന്നി. നിങ്ങൾ ഈ എത്നിക് കോൺഫ്ലിക്റ്റ് മുഴുവനും നോക്കണം, ഇത് ചക്രം അനാട്ടമി മുഴുവനും. അതിൻ്റെ പേരിലാണ് അമേരിക്ക യുദ്ധക്കപ്പലുമായിട്ട് അങ്ങ് നീങ്ങിയേക്കുന്നത് മുഴുവനും. ഹൂത്തികളെ തകർക്കുക, ഇതെല്ലാം കൊടുക്കൽ വാങ്ങലാണ് സുഹൃത്തുക്കളെ. നീ ഇത് ചെയ്താൽ ഞാൻ അത് ചെയ്യാം, നീ എനിക്കിവിടെ ഹെൽപ്പ് ചെയ്താൽ ഞാൻ ഇവിടെ ഹെൽപ്പ് ചെയ്യാം. സിമ്പിളായത്. അപ്പോൾ ഹൂത്തികളെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഫുൾ ഫ്ലഡ്ജ് ഫോഴ്സുമായിട്ട് പോകുന്നു. യമനി മുഴുവനും കൂടെ തകർക്കും. സൂയസ് കനാൽ ഈജിപ്തിൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കും. അമേരിക്ക ഇസ്രായേലും അതിന് സെക്യൂരിറ്റി കൊടുക്കും. UAEയുടെ സൗദിയുടെയും പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണം. കാരണം ഇറാൻ്റെ ഇഷ്യൂ, ഹൂത്തികളുടെ ഇഷ്യൂ, മറ്റ് ഷിയ മിലിറ്റൻ്റ് ഇഷ്യൂ, ജോർദാൻ്റെ ഇഷ്യൂ, അവർക്ക് സാമ്പത്തിക പ്രശ്നം, അവർക്കും ഈ ഹൂത്തികളും ഷിയ മിലിറ്റൻ്റ് അവർക്കൊരു ഇഷ്യൂ ആണ്, അതും മാറ്റിക്കൊടുക്കും. ഇത്രയുള്ളപ്പോൾ അവർക്ക് ഇത്രയും ഇഷ്യൂ ഉണ്ട്. അമേരിക്കയുടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഇവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, മറ്റുള്ള രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഈ ബാക്ക് ഡോർ ടോക്സ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ടോക്കല്ല, പുറകിൽ എന്തൊരു ടോക്കുണ്ട്, അത് നേരത്തെ സംസാരിച്ച് വെക്കും. എന്നിട്ടൊരു ബാക്ക് ഡോർ ടോക്സ് എടുത്താൽ അവർ സമ്മതിക്കും. ഇതാണ് ഈ സംഭവിച്ചത്. ഇതാണ് പല ജിയോ പൊളിറ്റിക്സിലും നമ്മൾ ഈ മുമ്പിൽ കാണുന്ന ടോക്സ് എല്ലാം ഉണ്ടാവുന്നത്. പുറകിലൊരു ടോക്കുണ്ട്. അത് ഈ രണ്ട് രാജ്യങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. കൊടുക്കൽ വാങ്ങലും പ്രശ്നമൊക്കെയാണ്. സാമ്പത്തിക പ്രശ്നം, അതിനെ സഹായിക്കുക, ഇതിനെ സഹായിക്കുക. ഇതിനകത്ത് അമേരിക്ക എന്ന് പറഞ്ഞൊരു സൂപ്പർ ഡൂപ്പർ പവർ എന്ന് പറയുന്നത് അവർക്ക് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറയും. അതുകൊണ്ടാണ് ട്രംപ് എപ്പോഴും പറയുന്നത് കാർഡ്, അതായത് ട്രംപ് എന്ന് പറയുമ്പോൾ കാർഡ് ഈസ് വിത്ത് അസ്. കാർഡ് എൻ്റെ കയ്യിലാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ കാർഡ് എറിയും.
ആ കാർഡായിരിക്കും തീരുമാനിക്കുന്നത്. ഇത് ട്രംപ് പല ആവർത്തി ഓവൽ ഓഫീസിൽ വെച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയോട് പറഞ്ഞതാണ്. നിങ്ങൾ കേട്ട് കാണും. ഇതാണ് സിമ്പിൾ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് വീണ്ടും ആവർത്തിക്കുന്നു, ഗാസ ക്ലീനിങ് തുടങ്ങി. അപ്പോഴേ മനസ്സിലാക്കണം, ഈ രണ്ട് രാജ്യങ്ങൾ സംഭവിച്ച ആൾക്കാരെ കയറ്റുന്നു, അതിനെ മുഴുവൻ അമേരിക്ക ഏറ്റെടുക്കുന്നു, അതിനെ വലിയൊരു ഹബ്ബാക്കി മാറ്റുന്നു, അതിനെ പൂർണ്ണമായിട്ടും സൗദിയും UAE സപ്പോർട്ട് ചെയ്യുന്നു. ജോർദാൻ്റെ ഈജിപ്തിൻ്റെ അവരുടെ പ്രശ്നം മാറിക്കെട്ടി ഇറാനെ തുലയ്ക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്ക ഏറ്റെടുത്തു. സിമ്പിളായത്. ഇതാണ് ജിയോ പൊളിറ്റിക്സിനകത്ത് നടക്കുന്ന യഥാർത്ഥ സത്യങ്ങളെന്ന് പറയുന്നത്. ബാക്കി പുറമേ കാണുന്നതൊക്കെ ഈ കാണുന്ന മോടി പിടിപ്പീരും ഈ പറയുന്ന ഫേഷ്യലൊക്കെ ചെയ്തോണ്ട പരിപാടികൾ മാത്രമാണ്. യഥാർത്ഥ ഇഷ്യൂ ഒക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത് അവർ സെറ്റിലാക്കും. അതാണ് ഗാസ ഇഷ്യൂമായിട്ട് ഇപ്പോഴത്തെ ജോർദാൻ്റെയും ഈജിപ്തിൻ്റെയും ഹൂത്തികളുടെ ഇറാൻ്റെ ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽഡായി. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.